സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ വി.ഡി. സതീശനെതിരെ ഒളിയമ്പുമായി കെ. മുരളീധരൻ. പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രമെന്ന് പരിഹാസം. സിനിമാ ഗാനം പങ്കുവച്ചുള്ള പരിഹാസ പോസ്റ്റിൽ കമന്റിട്ട് ഡിവൈഎഫ്ഐ നേതാക്കളും. പകൽവാണപ്പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം. പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴികയെന്ന് പറഞ്ഞ മുരളീധരൻ ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷ നേതാവിനെ. ഞാൻ എന്ന ഭാവങ്ങളെ എന്ന വരിയും മുരളീധരന് പറയാനുള്ളതെല്ലാം പറയുന്നുണ്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കൂടുമാറിയതിൽ ആദ്യം വിമർശന സ്വരമുയർത്തിയ കോൺഗ്രസ് നേതാവാണ് കെ. മുരളീധരൻ. അതിൽ നല്ല കാര്യമാണ്. കാരണം പലരും കോൺഗ്രസ് വിടുന്നു എന്ന് പറയുമ്പോൾ പകരം ഒരു വാര്യരെ കിട്ടിയ നല്ല കാര്യം തന്നെയാണ്. ശ്രീ രാഹുൽ ഗാന്ധിയെ ചികിത്സാർത്ഥം കോട്ടയ്ക്കൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കോട്ടയ്ക്കലല്ല കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെയുള്ള സന്ദീപ് വാര്യർ 2 ആഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണമാവുമായിരുന്നു. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഈ സ്നേഹത്തിൻ്റെ കടയിൽ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിൻ്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. മാധ്യമങ്ങളെ കണ്ട് മണിക്കൂറുകൾക്കിപ്പുറം ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചിട്ടും മുരളീധരന് സതീശനോടുള്ള കലിപ്പ് തീരണില്ലെന്നതിന്റെ തെളിവായി മാറി. സിനിമാ ഗാനം പങ്കുവെച്ചുള്ള പരിഹാസ പോസ്റ്റിൽ കമന്റിട്ട ഡിവൈഎഫ്ഐ നേതാക്കളും മുരളീധരനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പകൽവാണപ്പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം. നേരത്തെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി 60 കഴിഞ്ഞ യുവാവായിരിക്കുമെന്നും മുരളീധരൻ പരിഹസിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് പിണക്കം മാറ്റിവെച്ച് പ്രചാരണത്തിനെത്തിയെങ്കിലും സതീശനെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ മുരളീധരൻ തുടരുമെന്നും ഉറപ്പ്. ജനം, തിരുവനന്തപുരം.